ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയാണ്. 8ാം ക്ലാസ്സിലെ ഭൂമിയിലെ ജലം എന്ന പാഠഭാഗമാണ്. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി എന്ന് നമുക്കറിയാം. ജീവൻ ആദ്യമായിട്ടുണ്ടായത് ജലത്തിലാണ് എന്ന് നമുക്കറിയാം. ഭൂമിക്ക് ജലഗ്രഹം എന്നും പേരുണ്ട്. ഭൂമിയുടെ വിസ്തൃതിയുടെ 3/4 ജലമായതുകൊണ്ടാണ് ഭൂമിയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമായതുകൊണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായിട്ടാണ് കാണപ്പെടുക. ഇനി നമുക്കറിയാം, ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയും. അപ്പോൾ മഞ്ഞുകട്ടയ്ക്ക് എന്താണ്, ജലത്തിനേക്കാളിലും സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ മഞ്ഞുകട്ടകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി നമുക്ക് ഈ പൈ ഡയഗ്രാം നോക്കാം. അപ്പോൾ ഭൂമിയിലെ ജലത്തിൻ്റെ കണക്കാണ്. എത്രമാത്രം ശുദ്ധജലമാണുള്ളത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 0.33% മാത്രമാണ്. ഇനി അപ്രാപ്യമായ ശുദ്ധജലം അത് 2.67% ആണ്. അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ, അതുപോലെ ഉയർന്ന പർവ്വതങ്ങളിലൊക്കെ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലവുമാണ്. അപ്പോൾ അത് 2.67% മാത്രമേ ഉള്ളൂ. ഇനി ലവണജലമാണ് ഏറ്റവും കൂടുതലുള്ളത്. 97% ലവണജലം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഭൂമിയിൽ ഉള്ള ജലത്തിൻ്റെ എത്ര ശതമാനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുള്ളൂ? 0.33% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജലമുള്ളൂ. ഇനി മണ്ണിനടിയിലെ ജലത്തെ പറ്റിയാണ് പറയുന്നത്. മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. എങ്ങനെയാണ്? മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയുമാണ് ചെയ്യുക. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങളുള്ള അവസ്ഥയെ പറയുന്നതാണ് സുഷിരിതാവസ്ഥ എന്ന്, പോറോസിറ്റി എന്ന് പറയുന്നത്. കളിമണ്ണ് സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ്. സാധാരണ ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയുകയും ചെയ്യും. മണ്ണിൽ മാത്രമല്ല, ചിലയിനം ശിലകളിലും സുഷിരിതാവസ്ഥ കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമേ ജലലഭ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് അക്യൂഫറുകൾ എന്താണ് എന്ന് നോക്കാം. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന നീരുറവുകളെയാണ് അക്യൂഫറുകൾ എന്ന് വിളിക്കുക. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കിണറുകൾ കുഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? കുഴിച്ച് വരുമ്പോൾ നനവ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മണ്ണിൻ്റെ ആ ഒരു നനവ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. വീണ്ടും ആഴത്തിൽ കുഴിക്കുമ്പോൾ ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിനിഞ്ഞിറങ്ങി കുഴിയിൽ നിറയുന്നതായിട്ടും കാണാം. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഈ ഒരു ജലസമൃദ്ധി അവിടെ കാണുന്നത്. ഭൂമിക്കടിയിലെ ഈ ഒരു ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെ പറയുന്നത് ജലപീഠം എന്നാണ്. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലത്തെ ഭൂഗർഭ ജലം എന്ന് നമ്മൾ വിളിക്കും. ഇനി ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അപ്പോൾ പലതരത്തിലുള്ള കിണറുകൾ നമ്മൾ കുഴിക്കാറുണ്ട്. അതിലൊന്നാണ് കുഴൽ കിണർ. അപ്പം ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കുഴിക്കുന്ന കിണറാണ് കുഴൽ കിണർ. ഭൂമിക്കടിയിലേക്ക് യന്ത്രസഹായത്തോടെ പാറ തുരന്നാണ് കുഴൽക്കിണർ സ്ഥാപിക്കുന്നത്. ഇനി അരിപ്പ കിണറുകളുണ്ട്, ഫിൽറ്റർ പോയിന്റ് വെൽസ്. അത് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളാണ്. അടുത്തത് ആർട്ടീഷ്യൻ കിണറുകളാണ്. പ്രവേശനീയത തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായിട്ട് പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെങ്കിൽ ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളെയാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നീരുറവ അല്ലെങ്കിൽ സ്പ്രിംഗ് എന്താണ് എന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് പറമ്പുകളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഉറവകൾ രൂപം കൊള്ളുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായിട്ടുണ്ടാകും, മറ്റിടങ്ങളിൽ അവ മഴക്കാലം കഴിയുന്നതോടെ വറ്റിപ്പോവുകയും ചെയ്യും. ജലപീഠം ഭൗമ ഉപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതിനെയാണ് നീരുറവ എന്ന് വിളിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടാകും. ഇത് ചൂട് നീരുറവ എന്നും അറിയപ്പെടും. അപ്പോൾ മഴക്കാലത്തൊക്കെ രൂപം കൊള്ളുന്ന ഈ ഒരു ഉറവകളെയാണ് നീരുറവ എന്ന് പറയുന്നത്. ഇനി ഗീസറുകൾ എന്താണ് എന്ന് നോക്കാം. ഭൂമിക്കുള്ളിൽ നിന്ന്
നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസത്തെയാണ് ഗീസറുകൾ എന്ന് വിളിക്കുന്നത്. അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിന് ഉദാഹരണമാണ്. ചോദിച്ചിട്ടുണ്ട്, യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണ് കാണുന്നതെന്ന്. അമേരിക്കയിലാണ്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഗീസറാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ. ഇനി കാസർഗോഡൻ മേഖലയിലെ സുരംഗ കിണറുകൾ നോക്കാം. കുടിവെള്ള ശേഖരണത്തിന് വേണ്ടി കാസർഗോഡ് അതുപോലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണർ. കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നാണ് ഇവ നിർമ്മിക്കുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ മാത്രം വലിപ്പമുള്ള സുരംഗ എന്ന് വെച്ചാൽ തുരങ്ക കിണറുകളിലൂടെ വെള്ളം താനെ പുറത്തേക്ക് ഒഴുകിയെത്തും എന്നത് ഇതിൻ്റെ മേന്മയാണ്. അറേബ്യയുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളിലൂടെയാണ് ഈ ഒരു വിദ്യ ഇവിടെ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായിട്ട് സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരറുകളും അതുപോലെ ഗീസറുകളുമൊക്കെ രൂപം കൊള്ളുന്നത്. ഇനി തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളെ നമുക്ക് തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്താം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. ഇനി ജലമലിനീകരണം നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകത്ത് ഒട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായിട്ടുള്ള സവിശേഷതകളിലും വരുന്ന ഹാനികരമായിട്ടുള്ള മാറ്റത്തെയാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. മിക്ക രാജ്യങ്ങളിലും ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിലുണ്ട്. ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. 1974 ഈ നിയമം വരുന്നത്. അതുപോലെ 1981 വായു മലിനീകരണ നിയന്ത്രണ നിയമം എന്നും ഓർത്തിരിക്കുക. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലമാണ്. കേരളത്തിൽ മാത്രം 120 ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായിട്ട് പെയ്യുന്നത്.